നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുരുഷന്മാരില്ലാതെ സ്ത്രീകൾ മാത്രമുള്ള ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത്തരത്തിലൊരു പഠനമാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. വിശദീകരിക്കാം. 46 ക്രോമസോമുകളാണ് മനുഷ്യനുള്ളത്. ഇവ 23 ജോഡികളായാണ് നിലകൊള്ളുന്നത്. ഗർഭപാത്രത്തിൽ ഭ്രൂണം വളരുമ്പോൾ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും ക്രോമസോമുകൾ പാരമ്പര്യമായി ലഭിക്കുന്നു. ഓരോ ജോഡിയിലെയും ഒരു ക്രോമസോം മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്ന് ലഭിക്കുന്നു. XY ക്രോമസോമുകളാണ് മനുഷ്യരുടെ ലിംഗം നിർണ്ണയിക്കുന്നത്. 2 X ക്രോമസോമുകൾ ചേർന്നാലാണ് സ്ത്രീലിംഗവും. ഒരു എക്സും മറ്റൊന്ന് Y ക്രോമസോമും ആണെങ്കിൽ അത് പുരുഷലിംഗമായിരിക്കും. ഇതെല്ലാം നമ്മൾ വളരെ ചെറു ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഈ Y ക്രോമസോം വമ്പൻ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്ന് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മനുഷ്യരാശി തന്നെ അപകടത്തിലാണോ എന്ന് സംശയിച്ചേക്കാം. എന്നാൽ അത്തരമൊരു സംശയം വേണ്ടെന്നാണ് നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീജിംഗിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത്. ജപ്പാനിലെ എലി ഇനമായ സ്പൈനികളിലാണ് ഈ ഒരു പഠനം നടത്തിയത്. അവയുടെ Y ക്രോമസോമുകൾ നഷ്ടപ്പെട്ടെങ്കിലും അവ അതിജീവിച്ചു. ഒപ്പം നഷ്ടപ്പെട്ട Y ക്രോമസോമിന് പകരം പുതിയ പുരുഷ നിർണയ ജീൻ പരിണമിച്ചതായും പഠനത്തിൽ പറയുന്നു. ഇത് വംശനാശം തടയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചേക്കാമെന്നാണ് പഠനം പറയുന്നത്. 180 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് Y ക്രോമസോം രൂപപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടയിൽ Y ക്രോമസോമിന് 900-ലേറെ സജീവ ജീനുകൾ നഷ്ടപ്പെട്ടു. ഇതേ സ്ഥിതി തുടർന്നാൽ 11 ദശലക്ഷം വർഷത്തിനുള്ളിൽ Y ക്രോമസോം പൂർണ്ണമായി നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ X ക്രോമസോമും ഈ സമയത്ത് ജീൻ ഉള്ളടക്കം സംരക്ഷിച്ചു. Y ക്രോമസോമിൽ 900-ഓളം സജീവ ജീനുകൾ നഷ്ടപ്പെട്ടപ്പോൾ Y ക്രോമസോമിൽ 55 സജീവ ജീനുകൾ കണ്ടെത്തി. ലിംഗം നിർണ്ണയിക്കുന്ന ഒരു ജോഡി ക്രോമസോമുകളെ സെക്സ് ക്രോമസോം എന്നും പറയുന്നു. മനുഷ്യരിൽ ലിംഗം നിർണ്ണയിക്കുന്ന X അല്ലെങ്കിൽ Y ക്രോമസോമുകളാണ്. സ്ത്രീ ലിംഗമാണെങ്കിൽ സെക്സ് ക്രോമസോം ജോഡിയിലെ 2 ക്രോമസോമുകളും X ക്രോമസോം ആയിരിക്കും. പുരുഷലിംഗമാണെങ്കിൽ സെക്സ് ക്രോമസോം ജോഡിയിൽ നിന്ന് ഒരു X ക്രോമസോമും മറ്റേത് Y ക്രോമസോമും ആയിരിക്കും. 166 ദശലക്ഷം വർഷത്തിനിടയിൽ Y ക്രോമസോമിന് 900 മുതൽ 55 വരെ സജീവ ജീനുകൾ നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതായത് ഏകദേശം 11 ദശലക്ഷം വർഷത്തിനുള്ളിൽ Y ക്രോമസോമിന്റെ പൂർണ്ണമായ തിരോധാനത്തിലേക്ക് നയിച്ചേക്കുമെന്നതാണ് ജനിതക ഗവേഷകനായ ജെന്നിഫർ എ മാർഷൽ ഗ്രേവ് പറയുന്നത്. Y ക്രോമസോമിന്റെ ക്രമാനുഗതമായ തിരോധാനം മനുഷ്യന്റെ പുനരുൽപാദനത്തെ അടിസ്ഥാനപരമായി മാറ്റുകയും പരിണാമങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. നാഷണൽ അക്കാദമി ഓഫ് സയൻസ് പ്രൊസീജിംഗിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. ഏതായാലും ഇത് മനുഷ്യർക്ക് സാധ്യമായ പരിണാമ പാതയാണ് സൂചിപ്പിക്കുന്നത്.